ഹായ് എവ്രി വൺ. ഞാൻ 3 വർഷമായി ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറേ ആൾക്കാരുണ്ടാവും മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകണോ അതോ ഞാൻ PhD ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ PhDക്ക് നിങ്ങൾ വരണമെങ്കിൽ ഐ വുഡ് സേ 2 റീസൺ. ഫസ്റ്റ് റീസൺ എന്താ വെച്ചാൽ, ഓഫ് കോഴ്സ് റിസർച്ചിനോട് അത്രമേൽ പാഷൻ, അതായത് ഓൾവേസ് തിങ്കിങ് അബൌട്ട് റിസർച്ച്. എനിക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യണം, എൻ്റെ വർക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അറിയണം, എനിക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എനിക്ക് റിസർച്ച് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ അത്രമേൽ പാഷനൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യാം. പാഷൻ ഇല്ലാതെ ജോയിൻ ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. കാരണം ഈ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പാഷനും ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാർ ഫെയിലിയേഴ്സ് ഇങ്ങനെ ചെയിന് പോലെ വന്നുകൊണ്ടിരുന്നാൽ അവർക്ക് പെട്ടെന്ന് ഡിപ്രഷൻ അടിക്കും. സോ അത്രമേൽ പാഷനുള്ളൊരു കാര്യത്തിൽ കുറച്ച് ഫെയിലിയേഴ്സ് വന്നാലും നമ്മുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ. സോ ഉള്ളിലൊരു പാഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്യൂ ടു കം ഫോർ റിസർച്ച്. സോ ഫസ്റ്റ് റീസൺ പാഷൻ. സെക്കൻഡ് റീസൺ എന്നെപ്പോലുള്ള ആൾക്കാരെ കുറിച്ചാണ്. അതായത് ഒരു ഡൂ ഓർ ഡൈ സിറ്റുവേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനാണ് ഞാൻ പഠിച്ചത്. ബാച്ചിലേഴ്സ് പഠിച്ചു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു. വേണമെങ്കിൽ ജോലിക്ക് പോകാം. ബട്ട് ചില ആൾക്കാർക്ക് ജോലിക്ക് പോയാലും അവർക്കറിയാം അവരെ കരിയർ പ്രോസ്പർ ആവില്ല, വിചാരിച്ചത്ര ഏണിങ്സ് ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് ഡിഗ്രിയിൽ അവർക്ക് എത്താൻ പറ്റത്തില്ല. അതായത് ഞാൻ പഠിച്ചത് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനാണ്. എനിക്ക് എൻ്റെ ഈ ഒരു എഡ്യൂക്കേഷൻ ഡിഗ്രി വെച്ചിട്ട് കൂടിപ്പോയ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടിപ്പോയ ഒരു 35 to 40K. അതിൻ്റെ അപ്പുറത്തേക്ക്, സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാലറി, ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകത്തില്ല, കരിയറിലൊരു അപ്ഗ്രഡേഷൻ ഉണ്ടാകത്തില്ല. പിന്നെ കരിയർ പ്രോസ്പർ ആണെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, പക്ഷേ ഹാവ് ടു ഡു സം ഹയർ സ്റ്റഡീസ്. ആ ഒരു റീസൺ കൊണ്ട് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളവർക്കും PhD ചെയ്യാം. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടും പറയാം, നോ പ്രോബ്ലം. സോ ദാറ്റ്സ് ഇറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ പാഷൻ വേണം. സെക്കൻഡ് റീസൺ, കരിയർ നന്നാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും PhD ചെയ്യാം. അല്ലാതെ ചുമ്മാ ഒരു രസത്തിന് ഡോക്ടറേറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ PhD ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് മടുക്കും, പെട്ടെന്ന് എക്സോസ്റ്റഡ് ആകും. അങ്ങനെ നിർത്തിപ്പോയ ഒരുപാട് പേര് എൻ്റെ ബാച്ചിലും എൻ്റെ സീനിയേഴ്സിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഉള്ളിൽ ശരിക്കും പാഷൻ ഉണ്ടോ? അല്ലെങ്കിൽ കരിയർ വളരാൻ വേറെ ഓപ്ഷൻ ഇല്ല, PhD ചെയ്തേ പറ്റൂ. എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നവഡേയ്സ് ഏതൊരു പണി ചെയ്താലും പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ദേ ആർ ആസ്കിങ് ഫോർ PhD. ഫോർ എക്സാമ്പിൾ, ഇപ്പം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, നിങ്ങൾക്ക് പ്രൊഫസർ ആകണമെങ്കിലും PhD ആൻഡ് പബ്ലിക്കേഷൻ ഈസ് മാൻഡേറ്ററി. ഏതിപ്പം മോസ്റ്റ് ഓഫ് ദ ജോബിന് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ PhD വേണം, സാലറി ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ PhD ഡിഗ്രി വേണം. സോ കരിയർ നന്നാക്കണം എന്ന് ഡീപ്പായ ആഗ്രഹമുള്ള ആൾക്കാർക്കും PhD ജോയിൻ ചെയ്യാം. ഓറൽസ് അത്രമേൽ റിസർച്ചിനോട് പാഷനുള്ള ആൾക്കാർക്കും PhD ജോയിൻ ചെയ്യാം. സോ ബാക്കി നിങ്ങളുടെ ഡിസിഷനാണ്. ആൻഡ് വേറൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ പറയാൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ future career endeavors. Okay, bye.